എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളവർ നമ്മുടെ കഴിവുകളെ വിലയിരുത്തിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരുന്നവർക്ക് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കാലിഫോർണിയയിൽ മോണ്ടി റോബർട്സ് ഇൻ്റർനാഷണൽ ലേണിംഗ് സെൻറ്റർ എന്ന വളരെ ഫേമസ് ആയ ഹോഴ്സ് ട്രെയിനിങ് സെൻറ്ററും വിശാലമായ ഫാം യാർഡും ഒക്കെയുണ്ട്. അവിടെ ഒരിക്കൽ പരിശീലനത്തിനെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരോട് അവിടുത്തെ പരിശീലകൻ ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു കൊടുത്തു. ഏറെ വർഷങ്ങൾക്ക് മുൻപ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കൗമാരക്കാരൻ ഊരു ചുറ്റി നടന്ന് കുതിരകളെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ മകനായിരുന്നു ആ വിദ്യാർത്ഥി. തൊഴിൽ സംബന്ധമായി അച്ഛൻ്റെ ഈ ഊരുചുറ്റൽ നിമിത്തം അവൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം എന്നും അവനെ സന്തോഷിപ്പിച്ചിരുന്നു: കുതിരകളോടുള്ള അവൻ്റെ സ്നേഹം. മറ്റുള്ളവർ കളികളിൽ ഏർപ്പെടുമ്പോൾ ഇവൻ കുതിരകളെ നിരീക്ഷിക്കുമായിരുന്നു. അവരുടെ ശരീരഭാഷയും വികാരങ്ങളുമൊക്കെ മനസ്സിലാക്കിയെടുക്കുവാൻ അവൻ ശ്രമിക്കുമായിരുന്നു. ഒരിക്കൽ അവൻ്റെ ഹൈസ്കൂൾ പഠനകാലത്ത് താൻ വളർന്നു വന്നു കഴിയുമ്പം ആരായിത്തീരണം എന്ന വിഷയത്തിൽ ഒരു ലേഖനം എഴുതുവാൻ അവൻ്റെ ടീച്ചർ ആവശ്യപ്പെട്ടു. അവൻ അന്ന് രാത്രി ഏറെ സമയമെടുത്ത് ഏറെ ചിന്തിച്ച് 7 പേജുകളുള്ള ഒരു ലേഖനം എഴുതിയുണ്ടാക്കി. ഏറെ കുതിരകളും കുതിര ലായങ്ങളുമൊക്കെയുള്ള വലിയൊരു കൃഷിസ്ഥലത്തിൻ്റെ ഉടമയായി തീരുക എന്നതായിരുന്നു അവൻ്റെ വലിയ സ്വപ്നം. 200 ഏക്കറുകളിൽ വ്യാപിച്ചു കിടക്കുന്ന കൃഷിസ്ഥലങ്ങളും മേച്ചിൽപ്പുറങ്ങളും കെട്ടിടങ്ങളുടെ പ്ലാനുകളും കുതിര ലായങ്ങളും കുതിരകളെ ഓടിക്കുന്നതിനുള്ള പാതകളും എല്ലാം അവൻ വ്യക്തമായി ചിത്രം വരച്ച് ആ ലേഖനത്തിൽ ഉൾപ്പെടുത്തി. അതിനുശേഷം അവന് താമസിക്കേണ്ട 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വലിയൊരു വീടിൻ്റെ ചിത്രവും അവൻ അതിൽ ഉൾപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ അവൻ തൻ്റെ ലേഖനം അധ്യാപകന് നൽകി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ അവൻ്റെ ലേഖനം ഗ്രേഡ് രേഖപ്പെടുത്തി അവന് തിരികെ കൊടുത്തു. ആ ലേഖനത്തിൻ്റെ ഏറ്റവും മുകളിൽ ചുവന്ന മഷിയിൽ F എന്ന ഗ്രേഡാണ് അവന് ആ ടീച്ചർ രേഖപ്പെടുത്തി കൊടുത്തത്. വലിയൊരു സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ കുട്ടി തനിക്ക് F ഗ്രേഡ് മാത്രം നൽകുവാൻ എന്താണ് കാരണം എന്ന് ആ ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, ഇത് അസാധ്യമാണ്. ചെറുപ്രായത്തിലുള്ള നിന്റെ ഈ സ്വപ്നം അപ്രായോഗികമാണ്. നിന്റെ കയ്യിൽ പണമോ സമ്പാദ്യമോ ഒന്നുമില്ല. സ്വന്തമായി കിടപ്പാടം പോലുമില്ലാതെ ഊരു ചുറ്റി നടക്കുന്ന നിനക്ക് ഇതൊന്നും യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ഒരിക്കലും കഴിയില്ല. നീ ഇത് തിരികെ കൊണ്ടുപോയി നിന്റെ കൊക്കിലൊതുങ്ങുന്ന ഒരു സ്വപ്നത്തെപ്പറ്റി എഴുതിക്കൊണ്ടുവരിക. നിന്റെ ഗ്രേഡ് പുനർനിർണ്ണയിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ തീരുമാനിക്കാം. അവൻ അന്ന് വീട്ടിലേക്ക് പോയി തൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കാര്യത്തിൽ അച്ഛൻ്റെ ഉപദേശവും അവൻ ചോദിച്ചു. അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, മോനെ, ഇത് നിന്റെ ജീവിതമാണ്, തീരുമാനം നിൻ്റേതാണ്. മറ്റുള്ളവർ നിന്റെ സ്വപ്നം തീരുമാനിക്കരുത്. അടുത്ത ദിവസം അവൻ സ്കൂളിൽ പോയി ആ ലേഖനം അതേപടി ടീച്ചറിന് തിരികെ നൽകി. അവൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ, ആ F ഗ്രേഡ് സൂക്ഷിച്ചുകൊള്ളൂ. ഞാൻ എൻ്റെ സ്വപ്നം എൻ്റെ മനസ്സിൽ നിലനിർത്തുന്നു. ഈ സംഭവം പറഞ്ഞ ആ പരിശീലകൻ തൻ്റെ മുമ്പിലിരിക്കുന്നവർ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഈ കഥ ഇപ്പോൾ പറയുവാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മനോഹരമായ എൻ്റെ ഭവനത്തിലാണ്. ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് 200 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന എൻ്റെ കൃഷിസ്ഥലത്താണ്. ഇതിൽ കുതിര ലായങ്ങളും എല്ലാമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആ ടീച്ചറിൻ്റെ അടുത്ത് നിന്നും F ഗ്രേഡ് വാങ്ങിയ ആ കുട്ടി ഞാൻ തന്നെയാണ്, മോണ്ടി റോബർട്സ്. നിനക്ക് സാധ്യമല്ല എന്ന് ടീച്ചർ പറഞ്ഞ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ യാഥാർത്ഥ്യമാക്കി തീർത്തു. ടീച്ചർ അന്ന് F ഗ്രേഡ് മാർക്ക് ചെയ്ത് തിരികെ തന്ന ആ ലേഖനം എൻ്റെ ഈ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മോണ്ടി റോബർട്സ് അവരോട് പറഞ്ഞു, ഞാൻ നിരവധി രാജ്യങ്ങളിൽ ഹോഴ്സ് ട്രെയിനിങ് അടക്കം നിരവധി പരിശീലനങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ എഴുതി. ലോകത്തെമ്പാടുമുള്ള നിരവധി പേർക്ക് ഞാൻ ഇന്ന് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. രസകരമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരിക്കൽ എൻ്റെ ആ പഴയ ടീച്ചർ
കുറേ കുട്ടികളുമായി ഇവിടെ എത്തിയിരുന്നു. എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. അവസാനം ആ ടീച്ചർ എന്നോട് പറഞ്ഞു, നിന്റെ ടീച്ചറായിരുന്നപ്പോൾ ഞാനൊരു സ്വപ്നഘാതകനായിരുന്നു. ആ കാലയളവിൽ കുറച്ചേറെ പേരുടെ സ്വപ്നങ്ങൾ ഞാൻ തല്ലിക്കെടുത്തിയിട്ടുണ്ട്. ഭാഗ്യവശാൽ നിനക്ക് നല്ല വിൽ പവറും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്ക് നിന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന്. ഇതിൽ നിന്നും നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. മറ്റൊരാളുടെ അഭിപ്രായം നമ്മുടെ വിധിയായി മാറരുത്. നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കുവാൻ മറ്റൊരാളെ അനുവദിക്കരുത്. വിമർശനങ്ങളെ ഇന്ധനമാക്കി മുന്നേറുന്നവരാണ് ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കണമെന്നില്ല. നിങ്ങളുടെ ഉറച്ച തീരുമാനങ്ങളും ആത്മവിശ്വാസത്തോടെയുള്ള തുടർച്ചയായുള്ള പരിശ്രമങ്ങളുമാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഒരു എഫ് ഗ്രേഡ് എന്നുള്ളത് നിങ്ങളുടെ മൂല്യം അളക്കുന്നില്ല. അത് ഒരു പരീക്ഷയിലെ ഫലം മാത്രമാണ്. നിങ്ങളുടെ മനോഹരമായ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തിയെടുക്കും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ആദ്യം മനസ്സിലാണ്, പിന്നീട് പരിശ്രമങ്ങളിലൂടെയും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നാം ഒരിക്കലും മറ്റൊരാളുടെ സ്വപ്നഘാതകർ ആകുവാൻ പാടില്ല. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഈ ലോകം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എഫ് ഗ്രേഡ് നൽകിയാലും സ്വപ്നങ്ങൾ കൈവിടാതെ മുമ്പോട്ട് പോകുന്നവർക്ക് ഫാന്റാസ്റ്റിക് ഫ്യൂച്ചർ നൽകുവാൻ ഈ പ്രകൃതി തയ്യാറാണ്. എല്ലാവർക്കും തങ്ങളുടെ മനോഹരമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്, നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലസ്ഡ്. താങ്ക് യു.